Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Okay. Good evening. Good evening. Okay. Can we start? Yes, ma'am. Okay. So, anyone is there ready to give a prayer? Ma'am, No. ചെയ്യട്ടെ? Nice. Dear God, I thank you for guiding me through every certain moments in my life. When I feel confused or lost, you always provide direction and strength. Even when I sometimes stay, I trust that you are in control of everything. Thank you, God, all that you have done for me. Thank you, ma'am. Thought of the day. Thought of the day ആരെങ്കിലും ഉണ്ടോ? മാം ഒരു മെസ്സേജാണ് പറയട്ടെ. Okay. 5 ethics of life. Before you pray.
believe. Before you speak, listen. Before you spend, earn. Before you quit, try. Before you die, live. Okay, so who is ready for giving signing? ഞാനൊന്ന് നോക്കാം മിസ്സേ. Okay, Jisha. ടെൻഷനുണ്ട് മിസ്സേ, തെറ്റുമോ എന്തോ. എന്തിന്? അതില് തെറ്റൊന്നുമില്ല, കാണിക്കുന്നതെല്ലാം. Okay. കാണുന്നില്ലേ? കാണാം. Good evening all. I am Jisha, signing in our classroom with a brain game. മാം, ഞാനൊരു ബ്രെയിൻ ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയും ഞാൻ ആ ഗെയിമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ ഈ ബോർഡിൽ 6 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് സ്റ്റിക്കായിട്ടോ അല്ലോ ലൈൻസ് ആയിട്ടോ കണക്ക് കൂട്ടാം. ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 സ്റ്റിക്ക് കൊണ്ട് നമ്മൾക്ക് 8 ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഇതാണ് ഗെയിം. അപ്പൊ അതിനായിട്ട് കുറച്ച് ടൈം കൊടുക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ റിജോ ഉണ്ടെങ്കിൽ ജിഷയെ ഒന്ന് പിൻ ചെയ്യാൻ പറയട്ടെ. റിജോ ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ജിഷയെ പിൻ ചെയ്താൽ മതി. റിജോ ഉണ്ടോ? റിജോ റിജോ പോയിട്ടു. ഓക്കെ, നമ്മളങ്ങ് പിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് ജിഷയെ കാണാൻ പറ്റുള്ളൂ. ജിഷ എവിടെ? ഓക്കെ, 6 ലൈൻസ് വെച്ച് 8 ട്രയാങ്കിൾ ഉണ്ടാക്കുക. മാം, അപ്പൊ ഞാൻ കുറച്ചു നേരത്തേക്ക് അപ്പം മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്തേക്കാനേ. എന്റെ ഒരു ആൻസർ ആണെങ്കിൽ 8 ട്രയാങ്കിളോ? 6 ലൈൻസ് വെച്ച് 8 ട്രയാങ്കിള്. വലിയ ടാസ്ക് ആയി പോയല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ലൈൻസും ഒരേ ലെങ്ത് ആണോ? ഒരേ ലെങ്ത് ആവാം. എല്ലാ ലൈൻസും ഒരേ ലെങ്തോ അതിൽ കൂടുതലും ഒക്കെ ആവാം. ഒരു 2 മിനിറ്റത്തേക്ക് ഞാൻ ഓഫ് ചെയ്യുന്ന മിസ്സേ, ക്യാമറയും വോയിസും. ആൻസർ കിട്ടിയെങ്കിൽ നമുക്ക് പറയാം. ശില്പയും സിയും ലൈക്ക് അടിച്ചു, അതുകൊണ്ടാണ് ചോദിച്ചത്. കിട്ടി. യെസ് കിട്ടി. അപ്പൊ കാണിച്ചോ? ഞാൻ സ്റ്റാർ പോലെ വരച്ചു ട്രയാങ്കിൾസ്. ശരിയാണോ ജിഷ? ജിഷ ഒന്ന് ബോർഡിൽ വരച്ച് കാണിക്കാമോ? പറഞ്ഞത് കേട്ടില്ലല്ലോ. ഞാൻ ഇത് മൈക്ക് ഓഫ് ചെയ്ത ഞാൻ ഓർത്തില്ല. ഞാൻ ഇങ്ങനെ വരച്ചത്, എങ്ങനെയാണെന്ന് നോക്കാവോ? അല്ലടാ, ഈ നക്ഷത്രം കണക്ക് വരച്ചു കഴിഞ്ഞാൽ കോർണേഴ്സും കൂടെ നമുക്കത് ട്രയാങ്കിൾ ആയിട്ട് ഉൾപ്പെടുത്താം. സിയ പറഞ്ഞത് ആൻസർ. ഓക്കെ, യെസ്, ഞാൻ സെയിം ഇത് തന്നെ വരച്ചത്, സ്റ്റാർ ആക്കി വരച്ച്. ഓക്കെ ഓക്കെ. പക്ഷെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, 6 ലൈൻസ് വെച്ച് 8 ട്രയാങ്കിൾ അല്ലേ പറഞ്ഞേ? അതിലിപ്പോ 8 ട്രയാങ്കിൾ ഉണ്ടോ? 8 ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ വലുത്. അപ്പോ എല്ലാവർക്കും നമ്മളുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മിസ്സേ. അതൊരു വെറൈറ്റി ആയിരുന്നു, തഗ്ഗായിരുന്നു അല്ലെ? എൻട്രി ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യനുമായിട്ട്. ഈ ലൈൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് കുട്ടികളെ
ടോൾ ഷോർട്ട്, അതായത് വലിപ്പം കൂടിയത് കുറഞ്ഞത് പഠിപ്പിക്കുന്നതിന്റെ ഒരു കുസൃതി ചോദ്യമായിട്ട് ശരിക്കും അത് കണക്റ്റഡാ. ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിനെ ഒന്നും ചെയ്യാതെ അതിനെ ഒന്ന് വലുതാക്കാമോ എന്ന് ചോദിച്ചിട്ടോ, വലുതാക്കാമോന്നോ ചെറുതാക്കാമോന്നോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഓർമ്മയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കുസൃതി ചോദ്യം? അതിന്റെ വലിയ വര വരച്ചാൽ അത് ചെറുതായി, ചെറിയ വര വരച്ചാൽ അത് വലുതായി. ഓൾമോസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമില് ടോൾ ഷോർട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് വലിയ റോഡ്സ് ഉണ്ടായിരിക്കും, പല ലെങ്തിലുള്ള റോഡ്സ് ഉണ്ടായിരിക്കും. അവരാദ്യം ഷോർട്ട് ആയിട്ടുള്ള റോഡ് തന്നെ അവര് ആക്ടിവിറ്റിക്ക് എടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ലോങ് റോഡ്സ് കൊടുക്കുമ്പോൾ അവർ ആ ഡയമെൻഷന്റെ ഡിസ്ക്രിമിനേഷൻ മനസ്സിലാക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് ലോങ്, ഇത് ടോൾ അല്ലെങ്കിൽ ഷോർട്ട് എന്നൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക്. അപ്പൊ നമ്മൾ ശരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലെ കിഡ്സ് ആണ് ഇപ്പൊ നമ്മളുടെ ചുറ്റുമുള്ളതെന്ന് വിചാരിക്കുക. നോർമലൈസേഷനും ഡീവിയേഷനും, അവരിൽ നോർമലൈസ്ഡ് ആരാണ്, ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതാണ്, ഡീവിയേറ്റഡ് കിഡിനെ എങ്ങനെ നോർമലൈസിലേക്ക് കൊണ്ടുവരാം, അതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഒബ്സർവേഷൻ ആണ്, കീൻ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ വേണമെങ്കിൽ അവർ വളരെ കോൺസെൻട്രേഷനിലായിരിക്കണം. വേറൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും അവര് ഇത് ചെയ്യരുത്. അതാണ് പലപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാനും പല ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാനും ഡിലേ ആവുന്നത്. കാരണം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിലിരിക്കുവാണെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കണം. നമ്മളുടെ ഫസ്റ്റ് ബാച്ചിന് 50 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ഈവൻ ദോ എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ലെവലില്. ഞങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് വായിക്കാം, ചില ക്വസ്റ്റ്യൻസ് മാത്രം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് ഒരു കുട്ടി ഭയങ്കര ടെൻഷനിൽ വിളിച്ചിട്ട് കുട്ടികൾക്ക് പരീക്ഷയാണ്, ഇതെല്ലാം പഠിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ പഠിക്കണ്ടേ എന്നുള്ള ചോദ്യം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. നമ്മളിവിടെ ശരിക്കും പഠിക്കുമല്ലോ. സബ്ജക്ട് സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു വട്ടത്തിനുള്ളിലായി പോകും. നമ്മൾ അവിടെ ഒരു തിമാറ്റിക് ലേണിംഗ് പ്രോസസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്പാൻഡഡ് ആവുക, അവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് ഞങ്ങൾക്ക്. ഓൾ ചിൽഡ്രൻ ആർ ഡിഫറെന്റ് ഇൻ ദ കേസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, സ്കിൽ, ക്യാരക്ടർ എക്സെട്ര. Which way you manage the above fact with example while teaching a common subject in a primary school class? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ നമ്മൾ പറയുന്നുണ്ടല്ലേ, ഓരോ പേഴ്സന്റെയും ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, സ്കിൽ, ബിഹേവിയർ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. യുണീക്കാണ് കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതൊരു ഫാക്ട് തന്നെയാണ്. ഒരു കോമൺ സബ്ജക്ട് നിങ്ങൾ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു, സ്കൂൾ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ ഒരു കോമൺ സബ്ജക്ട് സേ മാത്സ് ആണെന്ന് വിചാരിക്കുക. മാത്സ് പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ പല പല ലെവലിലായിരിക്കും കുട്ടികൾ. അവരെ എങ്ങനെ നിങ്ങൾ അത് പഠിപ്പിക്കും എന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാ പറയുന്നത്. അപ്പൊ അവിടെ ചിലപ്പോ സൂര്യ എഴുതുന്നത് ചിലപ്പോ ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കാം. ഇംഗ്ലീഷ് എന്നുള്ള എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് നമ്മൾ അതിലെ ആൽഫബറ്റ്സ് ഒരു രീതിയിൽ, ഇപ്പൊ സെറീനി ആവുമ്പോൾ ചിലപ്പോൾ മാത്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ എല്ലാവരുടെയും ആൻസർ ഒന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട് എങ്ങനെ ആ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് അത് പറയണം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂറായിരുന്നു പരീക്ഷ. അതില് ടോട്ടൽ മാർക്സ് 100 ആണ്. ഈ ടോട്ടൽ മാർക്സിൽ 60 മാർക്ക് റിട്ടേൺ എക്സാമിനേഷനും 40 മാർക്ക് അതിന്റെ പ്രാക്ടിക്കലിനും വൈവയ്ക്കും കൂടിയായിരുന്നു. ഓരോ സബ്ജക്റ്റിനും റിലേറ്റഡ് വിത്ത് പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു, വൈവ ഉണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ, റൈറ്റ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് വിച്ച് അപ്രോച്ച് ഈസ് ഗുഡ് ഫോർ ടീച്ചിങ് പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ. നമ്മൾക്ക് ഇവിടെ MCQ ആയിരിക്കും എക്സാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് 1 ഇയർ കോഴ്സ് കഴിയുമ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് പലതും റിസർച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈ MCQ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിയാവില്ല.
സോ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചിലതല്ലാതെയും അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ ഇതാണ്. ഈ കമഴ്ന്ന് കിടക്കുന്ന കുട്ടിയില്ലേ, ആ ഒരു പ്രായമല്ലേ, ആ സമയത്ത് ചില ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി കുട്ടികൾ കളിക്കുന്ന കാണാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കുറെ ബോൾസ് ഒരു സ്ട്രിങ്ങിലൂടെ ഇങ്ങനെ അങ്ങനെ യു ഷേപ്പിലെ സ്ട്രിങ് ഉണ്ട്, അങ്ങനെ പല പല ഷേപ്പ് ഉണ്ട്. അപ്പൊ ആ ബോള് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ നേരം മൂവ് ചെയ്യും. അപ്പൊ കുട്ടി അത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്: ബൈ സീയിങ് ദിസ് പിക്ചർ വാട്ട് ഓൾ തിങ്സ് കംസ് ഇൻ യുവർ മൈൻഡ് റൈറ്റ്. അവിടെ എല്ലാവരുടെയും ആൻസർ ഒന്നാവണമെന്നില്ല അല്ലെ. ശരിക്കും പറഞ്ഞ ഇതിന്റെ ആൻസർ ഷീറ്റ് നോക്കുന്ന ഫെസിലിറ്റേറ്റർക്ക് നല്ല ജോലിയാ. കാരണം 100 പേര് 100 ആൻസർ അങ്ങനെ തന്നെയായിരിക്കും വരേണ്ടത്, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Suppose a parent complains that his or her baby always says lies. കള്ളം പറയുന്നു. What solution would you suggest? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. 100 വേർഡ്സിൽ എഴുതണം. 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണ്, 6 മാർക്ക്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താ? The preschool would be the second home and the teacher would be the second mother there. Write your views. പിന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ ഇതാണ്: കുട്ടികൾ എല്ലാവരും കൂടെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നു. പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. ഒരു 4 to 6 ഏജ്, ആ ഒരു ഏജിലുള്ള കുട്ടികളാണ്. ആ പിക്ചർ നോക്കിയിട്ട് ബേസ്ഡ് ഓൺ ദ പിക്ചർ മേക്ക് എ സ്മോൾ സ്റ്റോറി. അവിടെയും എല്ലാവരുടെയും ആൻസർ ഒരുപോലെ വരുമോ? പല പല കഥകളായിരിക്കും നമ്മൾ എഴുതുന്നത്. ക്രിയേറ്റിവിറ്റിയാണ് അവിടെ വേണ്ടത്. ഓക്കെ, അത് ചൈൽഡ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്കിൽ വന്നതാണ്. At the age group of 3.5 to 6. Children shows high imagination, talents in plays and desire to lead others. According to Erikson. Erikson പറഞ്ഞ കാര്യമാണ് ആ 3.5 to 6 ഇയേഴ്സിൽ കുട്ടികൾ ഭയങ്കര ഇമാജിനേഷനും ടാലൻസും എല്ലാം കാണിക്കും. സോ on the basis of the above statement, Erikson's statement based on what things you would take care while deal with children. ആ ഏജിലുള്ള കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്തെല്ലാം കെയർ എടുക്കുന്നു? കുറെ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സബ്ജക്ട്സ് 6 സബ്ജക്ട്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 6 ക്വസ്റ്റ്യൻ പേപ്പറും എന്റെ കയ്യിലുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇതിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറോ അങ്ങനെ കിട്ടാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. എന്നാലും ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അസൈൻമെന്റ് തരാം. ഓക്കെ, ഇത് ഞാൻ തന്നിരുന്നു. The remote control of your happiness should be in your own hand. If you get tensed up due to something said or done by others, it indicates that the remote control of your happiness തന്നിരുന്നു. അത് മനസ്സിലായില്ലായിരുന്നോ അതെന്താ ചെയ്യേണ്ടത്? ഈ ഹ്യൂമൻ അനാട്ടമിയെ കുറിച്ച് ഒരു ബുക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അതിന്റെ റിവ്യൂസ്, ആ ബുക്കിന്റെ റിവ്യൂസ് എഴുതുക. അതൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ആ പേപ്പർ, ആ സബ്ജക്റ്റിന്റെ പേര് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ, നഴ്സിംഗ് ആൻഡ് വെൽഫെയർ ഓഫ് പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതെല്ലാം കടന്നു പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. What action will you take if you notice child begging at your vicinity, nearby place? അത്
നമ്മള് റിട്ടേൺ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് എഴുതാൻ കുറെ ഉണ്ടാവും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട്. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചിന്തിച്ച് MCQ ആണെങ്കിലും ചിന്തിച്ച് ചെയ്യാൻ. അപ്പൊ നല്ല പണിയായിരുന്നു അത്. 4 ഓപ്ഷൻസ് നമുക്ക് വേണം. 4 ഓപ്ഷനിൽ ഒരെണ്ണേ ശരിയാവാൻ പാടുള്ളൂ. കാരണം നമ്മള് ഓൺലൈൻ അല്ലേ ചെയ്യുന്നത്. നമുക്ക് എല്ലാം ഏതെങ്കിലും 1 or 2 ശരിയാകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പാടാണ്. അപ്പൊ ഒരേ ആൻസർ എല്ലാം ഒരേ ശരിയാണെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം MCQ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളുടെ പാർട്ട് 4 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടായിരിക്കും ടേം എക്സാം. ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ പാർട്ട് 3 അല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, പാർട്ട് 4 അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്. സോ നമ്മൾ എവിടെ വരെയായിരുന്നു? എവിടെയായിരുന്നു? സബ്മിഷൻ. നിങ്ങൾ എന്നെ വായിക്കായിരുന്നില്ലേ? എവിടെയായിരുന്നു? ഓർമ്മയുണ്ടോ? ജോയ് വരെ പറഞ്ഞു. ഏതാ? ജോയ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബീഡിയൻസ്. ജോയ് വരെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡീവിയേഷൻ എടുക്കേണ്ടത് അല്ലേ? അതെ. സോ ആ 2 പാരഗ്രാഫ് ആർക്കെങ്കിലും വായിക്കെങ്കിൽ നന്നായിരുന്നു. Deviation. A deviation is a warp in a character that will occur in a child the formative years, birth, 6 years because of obstacles or repression oppression to his natural development. Deviation occurs when the child has the will to act but his movements are restricted. When he got the interested by but his necessity met. The will of the adult is alternated. This is when parents do not allow the child to improve his own personality. The adult imposes his personality on the child and empower him. The child needs a loving and stimulating environment without which his personality will be deviated. Montessori felt that deviations were not in the throw of the child. ഡീവിയേഷൻ മീൻസ് ഒരു ടൈപ്പ് ഓഫ് മിസ്ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഡ്രിഫ്റ്റ് ഫ്രം നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞ നമ്മൾ ഒന്നുകൂടെ പറയാണ്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് നല്ല ഉദ്ദേശിക്കുന്നത്. നോർമലൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ നോർമലൈസ്ഡ് തന്നെയാണോ എന്നൊക്കെ നമ്മളൊരു സെൽഫ് അനാലിസിസ് ഒക്കെ ചെയ്തു. വെൻ വി ക്യാൻ ഡു സംതിങ് ടു ദ സൊസൈറ്റി, ഒരു ചെറിയ പാർട്ടാണെങ്കിൽ പോലും വി ആർ നോർമലൈസ്ഡ് എന്ന് നമ്മൾ അതുപോലെ തന്നെയാണ് കിഡ്സിന്റെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോ ഇഫ് വി കനോട്ട് ഡു എനിത്തിങ് ടു ദ സൊസൈറ്റി ഓർ ടു എനിബഡി, ദാറ്റ് മീൻസ് വി ആർ ഡ്രിഫ്റ്റിംഗ്, മൂവിങ് അവേ ഫ്രം നോർമലൈസേഷൻ. അതാണ് ശരിക്കും ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്, ഇറ്റ് ഇസ് ക്രിയേറ്റഡ്, ഡീവിയേഷൻസ് ആർ ക്രിയേറ്റഡ് വെൻ ഡെവലപ്മെന്റ് കനോട്ട് ഒക്കർ നോർമലി. നോർമൽ ആയിട്ട് ഡെവലപ്മെന്റ്, ഒരു കുഞ്ഞിന്റെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും നോർമലായി നടക്കാതെ വരുമ്പോഴാണ് ശരിക്കും ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഡെവലപ്മെന്റ് സ്റ്റേജിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കാതെ വരും. അപ്പൊ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വേഴ്സ്റ്റ്. അത് ഭയങ്കര വേഴ്സ്റ്റ് ആവും. ആ കുട്ടി ഒരു അഡൾട്ട് ആവുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. ആ ചൈൽഡിനെ ആ ചെറുപ്പത്തിൽ തന്നെ ആ ഡീവിയേറ്റഡ് ആയിട്ടുള്ളത് കറക്റ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അവൻ ഒരു അഡൾട്ട് ആവുമ്പോഴേക്കും ശരിക്കും വഷളായിട്ടുണ്ടാവും. അതിനെ നമുക്ക് തിരിച്ച് നോർമലൈസിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ വരും. അത് ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് മാറും. അപ്പോ അതിന്റെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത്, അപ്പൊ ഈ ഡീവിയേഷൻസ് സംഭവിക്കാൻ പല കാരണങ്ങളുണ്ടാകും. കുട്ടി ജീവിക്കുന്ന എൻവിയോൺമെന്റ് അതൊരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ഫാമിലി, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു വാർപ്പാണ്. വാർപ്പ് മീൻസ് ദാറ്റ് ഇസ് എ മെന്റൽ ഡിസ്റ്റോർഷൻ എന്ന് തന്നെ പറയാം. ശരിക്കും ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം,
അതായത് ആ ഒരു വളർച്ച അത് ശരിക്കും അത് മെന്റലി ആണ് കൂടുതലും ബാധിക്കുന്നത്, ഫിസിക്കലി ഉള്ളതിനേക്കാളും ഡീവിയേഷൻ. കാരണം മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിലാണ് നമ്മൾ പലതും ചെയ്യുമ്പോൾ അത് ശരി കറക്റ്റ് അല്ലാതെ പോകുന്നത്. സോ ആ കുട്ടികൾ ഡീവിയേറ്റഡ് ആകാനുള്ള കാരണം അവരുടെ മെന്റൽ ഡിസ്റ്റോർഷൻ ആണ്. ആ മെന്റൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാൻ കാരണം അവർ വളരുന്ന ചുറ്റുപാടാണ്. അങ്ങനെ കുറെ അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട് സർക്കിളും അവരുടെ ആ കമ്മ്യൂണിറ്റി എല്ലാം അതിനെ ബാധിക്കും. ഒരു അഡൾട്ട് ആയി കഴിഞ്ഞിട്ട് ഒക്കെ നേരെയാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയം ആകുമ്പോഴേക്കും അത് വേഴ്സ്റ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഈ ഡീവിയേറ്റഡ് കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്, ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്നുള്ളത്. ഇത് മുഴുവനും വായിക്കാൻ ഒരാൾക്ക് പറ്റിയെന്ന് വായിച്ചു. Classes of deviated children. Mental deviations are difficult to identify at a peak when compared to physical deviations, like some atypical looks in the physical structure. Deviation from the mind normally does not exhibit itself clearly. It is possible to categorize 3 main classes of deviated children. First one, naughty children. Naughty children are strong and behave with the violence to wrong treatment they have received. These children have tantrums, kick and bite, defy adults. They are generally greedy, destructive, and cruel to other children and animals. Although active, these children are clumsy in their movement. Number 2, weak children. They are considered as a good children. However, they are deviated. They are lazy, sticks to adult, and afraid of everything new. They may from habits of lying and stealing. They are often considered to be slow learners. Number 3, bright children. These children are very imaginative and have a world of their own. They have chosen neither to fight nor give into hostile conditions. They have turned their back to reality and are living in their own fantasies. They are restless. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്തു. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഒരു ചുറ്റുപാടിലൊക്കെ, നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ചിലപ്പോൾ കാണാം. ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഫിസിക്കൽ ഡീവിയേഷൻ ആ ലുക്സ് ചെയ്യുന്ന ഒരു അബ്നോർമൽ ലുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിലെ ഡീവിയേഷൻ മനസ്സിലാകും. പക്ഷെ ഡീവിയേഷൻ ആ മൈൻഡ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ഒരു ഒബ്സർവേഷൻ വേണം, നല്ല കോൺസെൻട്രേഷനോട് കൂടി. അപ്പൊ അതുകൊണ്ട് 3 ക്ലാസ്സസ് ആയിട്ട് 3 കാറ്റഗറി ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഭയങ്കര അവരിങ്ങനെ എന്താ പറയാ, ഒരു എപ്പോഴും എന്തെങ്കിലും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ എപ്പോഴും അവർക്ക് ഒരു വയലന്റ് നേച്ചറാ. കണ്ടിട്ടില്ലേ ഈ പ്രാണികളെയൊക്കെ ചവിട്ടി അരയ്ക്കുക, തുമ്പി പിടിക്കുക, അങ്ങനൊക്കെ ചെയ്യുന്ന, ഉറുമ്പിനെയൊക്കെ ചവിട്ടി അരച്ച് കൊല്ലുക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മറ്റു കുട്ടികളെ തൊഴിക്കുക, കടിക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ ബാഡ് ടെമ്പർ, ടാൻഡ്രംസ്, എപ്പോഴും അവർ ദേഷ്യമായിരിക്കും. പെട്ടെന്ന് അവർക്കൊരു റോങ് ട്രീറ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് അവര് ഒപ്പോസ് ചെയ്യും, ഭയങ്കര വയലന്റ് ആവും. പിന്നെ അഡൽട്ട്സ് പറയണ ഒന്നും അനുസരിക്കില്ല, ഡിഫൈ അഡൽട്ട്സ്, അവരെ റെസിസ്റ്റ് ചെയ്യും എപ്പോഴും. അവരൊരു ഗ്രീഡി, എല്ലാം എനിക്ക് കിട്ടണം, എന്നൊരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ചിലർ കണ്ടിട്ടില്ല, ടോയ്സ് ഒക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച്, പൂക്കളൊക്കെ കാണുവാണെങ്കിൽ പറിച്ച് അത് നശിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ. പിന്നെ മറ്റു കുട്ടികളോട് ഒരു ക്രൂവൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ആനിമൽസിനോട്. പിന്നെ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇതാണ് അവരുടെ പ്രശ്നം, ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കുട്ടിത്വം എന്നുള്ള ആ ഗ്രേസ്, ക്ലംസി, ലാക്കിംഗ് ഓഫ് ഗ്രേസ്, ക്ലംസി എന്ന് പറയുന്നത്. അവരുടെ മൂവ്മെന്റ് ഒന്നും, ആ ഒരു മൂവ്മെന്റ്, കുട്ടികളുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഋതം ഉണ്ടെന്നാ പറയാം. കുട്ടികൾ എന്നല്ല, ഏതൊരു പ്രായക്കാർക്കും അവരുടേതായ മൂവ്മെന്റിന് ഒരു ഋതമുണ്ട്. അപ്പൊ ഇവരുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലംസി ആയിരിക്കും. ഒരു ഗ്രേസ്, ഒരു ഭംഗിയില്ല, ലാക്കിംഗ് ഓഫ് ഗ്രേസ് ആണ് ഇവരുടെ മൂവ്മെന്റിൽ ഉണ്ടാവുക.
നോട്ടി ചിൽഡ്രൻ ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ദേ ആർ യുണീക്. അവര് ഡീവിയേറ്റഡ് ആണ്, സർട്ടൻ റീസൺസ് കൊണ്ട് അവർ ഡീവിയേറ്റഡ് ആണ്. അവരെ നമുക്ക് നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാം. നെക്സ്റ്റ് വീക്ക് ചിൽഡ്രൻ. ഇവര് ഗുഡ് ചിൽഡ്രൻ എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ ഇരിക്കുന്നത്. കാരണം പക്ഷെ ഇവര് ഡീവിയേറ്റഡ് ആണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വലിയ ശല്യമൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കര ലേസി ആയിട്ടിരിക്കും. എപ്പോഴും പ്രായമായ ആൾക്കാരുമായിട്ട് ഒട്ടിയിരിക്കും. സ്റ്റിക്സ് ടു അഡൽട്സ്. എല്ലാത്തിനെയും അവർക്ക് പേടിയായിരിക്കും. അപ്പം അവർക്ക് പേടി കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ അഡ്മിറ്റ് ചെയ്യില്ല. സോ അവരെപ്പോഴും കള്ളം പറയും. ദേ മീ ഫോം ഹാബിറ്റ്സ് ഓഫ് ലൈങ്. പേടി കാരണം ഇപ്പൊ പാരന്റ്സ് ആരെങ്കിലും നീ അത് എടുത്തോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും പേടിച്ചിട്ട് അവർ ചിലപ്പോൾ കള്ളം പറയും. അതുകൊണ്ടാണ് അവർ കള്ളം പറയുന്നത്. സംടൈംസ് ദേ വിൽ സ്റ്റീൽ. ചില സമയത്ത് എന്ത് ചെറിയ ചെറിയ മോഷണവും നടത്താം. കാരണം ചില പേടിച്ചിട്ട് ചെയ്യുന്നതാവാം. ഇപ്പൊ ക്ലാസ്സിൽ പോകുന്നു, പെൻസിൽ കളഞ്ഞു പോയി, വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വഴക്ക് പറയും. സോ വാട്ട് ഹി വിൽ ഡു, ക്ലാസ്സിലുള്ള ആരുടെയെങ്കിലും പെൻസിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് അവര് സ്റ്റീലിംഗ് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്കത് വേണമെന്ന് വെച്ച് ചെയ്യണതല്ല. പേടി കൊണ്ട് അവരെപ്പോഴും ഭയങ്കരമായിട്ട് അഡൽട്സുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. സോ അങ്ങനെ അവരാണ് വീക്ക് ചിൽഡ്രൻ എന്നുള്ള അതിൽ വരുന്നത്. അവർ ഭയങ്കര സ്ലോ ലേണേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അവരെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ അവരുടെ ഹാബിറ്റ്സ് ഫോം ചെയ്യാനുള്ള കാരണം അവരുടെ ആ ഒരു എൻവയോൺമെന്റ് ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ. ഇവര് ഭയങ്കര പറയില്ല, ചില കുട്ടികൾ കണ്ട ആ വികൃതിയാണ് പക്ഷെ ഭയങ്കര ബുദ്ധിയാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഡീവിയേറ്റഡ് ചിൽഡ്രനിലെ കാറ്റഗറി ആട്ടോ അതിൽ വന്നതാണ് ബ്രൈറ്റ് ചിൽഡ്രൻ. അവർക്ക് ഭയങ്കര ഇമാജിനേഷൻ. ആ ഒരു പ്രായത്തിൽ ഇമാജിനേഷൻ ഉണ്ടെന്ന് റെക്സന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഇമാജിനേറ്റീവ് ആയിരിക്കും. അവർ അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും. ഫാന്റസി. അവിടെ അവര് ജീവിക്കുകയാണ്. അവര് നോട്ടി ചിൽഡ്രനെ പോലെ ഫൈറ്റ് ചെയ്യാനോ വയലൻസിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോവില്ല. അതുപോലെ തന്നെ അഗ്രസീവായിട്ടോ ഹോസ്റ്റൈൽ കണ്ടീഷൻസ് അഗ്രസീവായിട്ടോ ഒഫൻസീവായിട്ടോ തർക്കുത്തരം പറയാനോ അഗ്രസീവ് ദേഷ്യപ്പെടാനോ എപ്പോഴും ദേഷ്യം കാണിക്കോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. പക്ഷെ റിയാലിറ്റി അവരൊട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. അവരവരുടേതായ ഫാന്റസിയിൽ ജീവിക്കും. പക്ഷെ അവര് റെസ്റ്റ്ലെസ് ആയിരിക്കും. പലപ്പോഴും ഇങ്ങനെ ആവാനുള്ള കാരണം അവർ ജീവിക്കുന്ന എൻവയോൺമെന്റ് തന്നെ. കാരണം ആ വീട്ടില് അവർക്ക് ചിലപ്പോൾ സ്നേഹവും സന്തോഷവും ആ ഒരു കെയറിങ്ങും ആ ഒരു ഏജിൽ കിട്ടാതെ വരുമ്പോൾ അവർ അതിൽ നിന്ന് മുഖം തിരിക്കും. അവർക്ക് സമാധാനത്തിന് വേണ്ടി അവരുടേതായ ഒരു ഫാന്റസി. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. സോ ഡീവിയേറ്റഡ് ശ്രദ്ധിക്കുക. ബ്രൈറ്റ് ചിൽഡ്രൻ എന്നവിടെ പറഞ്ഞത് ഡീവിയേറ്റഡുള്ള ബ്രൈറ്റ് ചിൽഡ്രന്റെ കാര്യമാണ്. ദേ ആർ റെസ്റ്റ്ലെസ്. അവരും റെസ്റ്റ്ലെസ് ആയിട്ട്. സോ ആ 3 കാറ്റഗറി മനസ്സിലായല്ലോ. എന്തുകൊണ്ട് അവർ ഡീവിയേറ്റഡ് ആകുന്നു എന്നുള്ള കാര്യം, ആ ഡീവിയേറ്റഡ് അവരുടെ ഡീവിയേഷൻ ഏതെല്ലാം ലെവലിലാന്നുള്ള കാര്യമാണ് ആ 3 കാറ്റഗറിയിലും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി ടൈപ്പ് ഓഫ് ഡീവിയേഷൻ. നമുക്ക് വായിക്കാൻ പറ്റുന്നത് വായിച്ചോ. ഞാൻ സ്ക്രോൾ ചെയ്യാം. Some of the deviation Montessori described are seen in different forms, in different types. Naughty, weak and bright of children, whilst others are unique to just one type. Children with deviated characteristics become quiet in the prepared environment since they start working on the practical materials. Children attain control over their movement and they attain power over themselves with increased concentration. All negative traits found in children before they come in contact with the prepared environment will disappear. They develop powers of self-control and obedience. They offer mutual help and provide moral help to the peers. They are able to work in harmony. They are referred to as new children and can be referred to as normalized. So types of deviation. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോട്ടി, വീക്ക്, ബ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഈ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവരെ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളതാണ്
ഫെസിലിറ്റേറ്ററുടെയും അതുപോലെ തന്നെ മെയിൻ ഡയറക്ടേഴ്സിന്റെയും, അവിടെ ഏതൊക്കെ ഫെസിലിറ്റേറ്റർ ഉണ്ടോ അവിടുത്തെ ഹെഡ് ഉണ്ടോ അവിടുത്തെ എല്ലാ സ്റ്റാഫിന്റെയും ഒരു ഡ്യൂട്ടി എന്ന് തന്നെ പറയും. അതിനനുസരിച്ച് ചിലപ്പോൾ ഹെഡ് ആയിരിക്കും ലീഡ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുട്ടികളിൽ ഏത് ആക്ടിവിറ്റീസ് വേണം, അവരെ കൂടുതൽ, ചില കുട്ടികളെ കൂടുതൽ ഒബ്സർവ് ചെയ്യണം, ചെയ്ത് കഴിയുമ്പോഴാണ് ഏത് ആക്ടിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്പം നോട്ടി ചിൽഡ്രനിൽ തന്നെ ഒരു 6 പേരുണ്ടെങ്കിൽ 6 പേരെയും ഒരേ ആക്ടിവിറ്റിയിൽ ചിലപ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് അവരുടെ രീതികൾ അവർ ഏതൊക്കെ രീതിയിലുള്ള റെസ്പോൺസ് ആണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നതിനനുസരിച്ച് വേണം അവർക്ക് ആക്ടിവിറ്റി കൊടുക്കാനായിട്ട്. വീക്ക് അതുപോലെ തന്നെ ബ്രൈറ്റ് അതുപോലെ തന്നെ. ഓക്കെ, ഈ ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികൾ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വരുമ്പോൾ ഫസ്റ്റ് അവർ അവരുടെ ഡീവിയേഷൻസ് എല്ലാം കാണിക്കുമായിരിക്കും. പക്ഷെ അവരെ കറക്റ്റ് ആയിട്ട് അവരെ ഗൈഡ് ചെയ്ത് അവർക്കുള്ള ആക്ടിവിറ്റി പറഞ്ഞു, ശരിക്കും നമ്മൾ അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്. പക്ഷേ ഇവരെ നമുക്ക് നോർമലൈസ്ഡിലേക്ക് ആക്കണമെങ്കിൽ, നോർമലൈസ്ഡ് ആയിട്ടുള്ള കിഡ് അവർ ഓൾറെഡി വന്ന് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് അവര് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇനീഷ്യലി നമ്മളിപ്പോ ഗൈഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അവർക്ക് പ്രത്യേകം പറഞ്ഞ് അത് കൊടുത്ത് അവർക്ക് അത് കൊടുത്താൽ അവരിരിക്കും. അപ്പൊ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികളെ അവരെ ഒന്ന് ക്വൈറ്റ് ആക്കാൻ അതിന് പറ്റുന്ന ആക്ടിവിറ്റി അവരിൽ കൊടുക്കുക. പ്രാക്ടിക്കൽ മെറ്റീരിയൽസിൽ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും, റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്, മോണ്ടിസോറി മെറ്റീരിയൽസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുവാണ്. ചിലപ്പോൾ മേ ബി ഒരു ഹാഫ് ആൻ അവർ ഇരിക്കുമായിരിക്കും, അത് കഴിയുമ്പോൾ അടുത്ത മെറ്റീരിയൽസിലേക്ക് പോകുമായിരിക്കും. അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അവർ ഏതിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതിൽ അവരെ കൂടുതൽ നേരം എൻഗേജ് ചെയ്യിക്കുക. അങ്ങനെ അവരുടെ മൂവ്മെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ചിൽഡ്രൻ ക്യാൻ മൂവ്. സാധാരണ കൺവെൻഷണൽ ക്ലാസ് റൂം ആണെങ്കിൽ നമ്മളൊരു പ്ലേസിൽ ബെഞ്ചിൽ ആ കുട്ടി ഇരിക്കുന്നോ അല്ലെങ്കിൽ ചെയർ ആണെങ്കിൽ തന്നെയും ആ ഇരിക്കുന്ന പൊസിഷനിലേക്ക് കുട്ടിക്ക് ഒന്ന് എണീക്കണമെങ്കിൽ ടീച്ചർ പറയണം. വാഷ്റൂം പോകണമെങ്കിൽ അതിനൊരു ടൈം അല്ലെങ്കിൽ ആ റിസസ് ടൈമിലായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അതുപോലെ കുട്ടികൾക്ക് എണീറ്റ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചർ പറയും, ടീച്ചറുടെ ഒരു പെർമിഷൻ ഇല്ലാതെ കുട്ടിക്ക് അനങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ പീരീഡ് ഒരു 35-40 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ കുട്ടി ആ 35-40 മിനിറ്റ്സിൽ ടീച്ചറുടെ കൺട്രോളിലായിരിക്കും. ടീച്ചർ പെർമിഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് എണീക്കാനും ഇരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ മോണ്ടിസോറിയിലെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഹാൻഡ്സ് ആണ്. കുട്ടികളുടെ ഹാൻഡ്സ് അവരിങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ മൂവ്മെന്റിലൂടെയാണ് ഇവരുടെ ഡെവലപ്മെന്റ്, എല്ലാ ഡെവലപ്മെന്റും, ഫൈൻ ഡെവലപ്പ്, മോട്ടോർ എബിലിറ്റീസും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, മൈൻഡിന്റെ ഇന്റലിജൻസ്, എല്ലാ ഡെവലപ്മെന്റും നടക്കുന്നത് അങ്ങനെയാണ്. മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വരുമ്പോഴേക്കും ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികള് പതുക്കെ അവര് ഒരു അവരിൽ വരുവാണ് ഡിസിപ്ലിനും ഒബീഡിയൻസും ഒക്കെ വരിക. അവർ ഓൾറെഡി അവർ വയലന്റ് ആയിരുന്ന കാര്യങ്ങളും അവരെ റെസിസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരങ്ങ് മറന്ന് അവരതിൽ ഫുള്ളി എൻഗേജ് ആവും. കുട്ടികൾ തന്നെ സ്വയം അറ്റൈൻ ചെയ്യുവാണ് കൺട്രോൾ ഓവർ ദെയർ മൂവ്മെന്റ്. അങ്ങനെ പവർ അവർക്ക് കിട്ടും. അവരെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവരിൽ തന്നെയുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇപ്പൊ നെഗറ്റീവ് ട്രെയിറ്റ്സ്, ഡീവിയേറ്റഡ് കുട്ടികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ബിഹേവിയർ, നെഗറ്റീവ് ട്രെയിറ്റ്സ് എല്ലാം പതുക്കെ റിസോൾവ് ആകുവാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നില്ല. ഇറ്റ് മേ ടേക്ക് 2 or 3 months അങ്ങനെയാ പറയുന്നത്. അപ്പൊ 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ ഒരു 15 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10 സ്റ്റുഡൻസ് ഡീവിയേറ്റഡ് ആണെങ്കിൽ ഈ ബാക്കി 10 സ്റ്റുഡൻസ് നോർമലൈസ്ഡ്. അപ്പൊ ഈ 10 ഡീവിയേറ്റഡ് ആയ 10 സ്റ്റുഡൻസ് അവർ പതുക്കെ അവരിൽ തന്നെ കൺട്രോൾ ആയി എല്ലാം ആയി കഴിയുമ്പോഴേക്കും അവരും ആ നോർമലൈസ്ഡ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് മേർജ് ആവും. അപ്പൊ 20 സ്റ്റുഡൻസും ആ എൻവയോൺമെന്റിൽ കറക്റ്റ് ആയി വരുക, സെൽഫ് കൺട്രോളും ഒബീഡിയൻസും. അപ്പൊ അതിന് സാധാരണ നോർമലൈസ്ഡ് കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വൽ ഹെൽപ്പ് ഓഫർ ചെയ്യുന്നു. മോറൽ ഹെൽപ്പ്, പിയർ ഗ്രൂപ്പുമായിട്ട് മോറൽ ഹെൽപ്പ്, അതായത് പരസ്പരം ഇങ്ങനെ കിക്ക് ആൻഡ് ബൈറ്റ് ഒക്കെ ചെയ്തിരുന്നവരൊക്കെ തന്നെ ചേഞ്ച് ആവുകയാണ്. അവര് ഒരുമിച്ച് ഭയങ്കര ഹാർമണി, സന്തോഷത്തോടു കൂടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെ ന്യൂ ചിൽഡ്രൻ ആയിട്ട് റെഫർ ചെയ്യുക. പിന്നെ
ഡിവേറ്റഡ് ചിൽഡ്രൻ ആയി വന്നവരെ ന്യൂ ചിൽഡ്രൻ ആവുന്നു, അവരങ്ങനെ നോർമലൈസ്ഡ് ആയിട്ട് മാറും. അതാണ് അവിടെ നടക്കുന്നത്. ഇതൊരു ശരിക്കും ഒരു നല്ലൊരു പ്രോസസ്സാണ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ചിൽഡ്രൻ, അത് ഇറ്റ് മേ ടേക്ക് സം ടൈം ലൈക്ക് ഡേയ്സ് ഓർ മന്ത്സ്. നെക്സ്റ്റ് 8 പോയിന്റ്സ് ഉണ്ട്. അത് ഓരോരോ പോയിന്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നവരെ വായിച്ചു. Psychic fugue. Yes, അറിയുന്നുണ്ടോ? Psychic fugue. Fugue comes from the Italian word for runaway, a flight of the mind. When the child's mind sees hindrance, the child will take refuge in a fantasy world, a world that he finds more preferable than the real environment. 2 points to know if this is a deviation: if the child cannot tell the difference between fantasy and reality; if the child uses the world of fantasy as a means of escape instead of a game. To resolve this, the teacher will center on what to do at home. The teacher may recommend activities that the child could do at home. Yes, psychic fugue. ഫ്യൂഗ് ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. റണ്ണവേ, ഒളിച്ചോടുക എന്നൊക്കെ നമ്മൾ പറയില്ല. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ആണ്. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ ശരിക്കും ബോധത്തോടെയുള്ളതിനെ അതന്നെ അങ്ങ് മറന്നിട്ട് ഒരു ഫാന്റസി, ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ്, അതാണ് ഈ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. മനസ്സിങ്ങനെ പറന്ന് നടക്കുന്ന ഫ്ലൈറ്റ് ഓഫ് ദ മൈൻഡ്, ആ പറന്ന് നടക്കുന്നത്. കാരണം റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫെസിലിറ്റേറ്റർ പല ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ഗെയിംസ് ആയിരിക്കാം, അത് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നു. അതപ്പോ ശരിക്കും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുട്ടി വീട്ടിൽ വെച്ച് ഇത് ചെയ്യണം എന്നതാണ് ഈ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റിൽ നിന്ന് കുട്ടിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. റിയൽ എൻവയോൺമെന്റിലേക്ക് കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം. ഡീവിയേറ്റഡ് ആയിട്ട് ഫാന്റസിയിലേക്ക് പോയിരിക്കുന്ന കുട്ടിയെ റിയൽ എൻവയോൺമെന്റിലേക്ക് കൊണ്ടുപോകും. ഓരോ അവസ്ഥയാണ് ഇവരുടെ ഡീവിയേഷൻ സംഭവിക്കുന്നതിന് ഓരോ അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസോ ഗെയിംസോ എന്തെങ്കിലും ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യാം. Next one, second one, psychic barriers. Psychic barrier. This is when a child erects a barrier between him and the world. The child feels so disappointment in the way he has been treated. The child goes from a fantasy world to the rejected of the real world and place obstacle against his environment. If he does not get help at the right time, his personality may be retarded. Okay, psychic barriers. That is, he is just forming a barrier, ഒരു മതില് പോലെ between him and the world. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടിക്ക്. കാരണം അത് വളരുന്ന എൻവയോൺമെന്റിന്റെ ഒരു പ്രശ്നമായിരിക്കാം. ഹി വിൽ ബി ഓൾവേസ് ഡിസപ്പോയിന്റഡ്. അവന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അതുപോലെയാണ്. ഒരു ഫാന്റസി വേൾഡ്, റിയൽ വേൾഡിൽ അവൻ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങൾ, ലവ്, കെയർ, അഫെക്ഷൻ, അതൊന്നും ചിലപ്പോൾ കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലെ ആ ഒരു വേൾഡിലേക്ക് അവന് പോവാൻ ഇഷ്ടം തോന്നുന്നില്ല. എപ്പോഴും ഷൗട്ട് ചെയ്യുന്നു പാരന്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ അവൻ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് റിയൽ വേൾഡിൽ നിന്ന് ഈ കുഡിന്റ് എക്സ്പെക്ട് എനിത്തിങ്. നല്ല നല്ല കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. എല്ലാം അവിടെ ഒബ്സ്റ്റക്കിൾസ് ആണ് അവൻ. സോ ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്സ് അറ്റ് ദ റൈറ്റ് ടൈം, ഹിസ് പേഴ്സണാലിറ്റി മേ ബി റിട്ടാർഡഡ്. അവന് ശരിയായ ഹെൽപ്പ് റൈറ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ അതിനൊരു റിട്ടാർഡേഷൻ സംഭവിക്കും, ഒരു രൂപമാറ്റം. അവന്റെ പേഴ്സണാലിറ്റി അത് വല്ലാതെ ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇതൊക്കെ ഡീവിയേഷന് കാരണമാണ്. നമ്മൾ സൈക്കിക് ഫ്യൂഗ് പറഞ്ഞു, ദാറ്റ് ഇസ് എ ഫാന്റസി. ആ സെയിം പോലെ ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ആണ്.
സൈക്കിക് ബാരിയേഴ്സും ഓൾമോസ്റ്റ് അത് തന്നെ. കാരണം റിയൽ വേൾഡിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും എല്ലാം കിട്ടാതെ വരും. എല്ലാത്തിനും തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് അതിന് ചുറ്റും വരുമ്പോഴേക്കും സോ ഒരു ബാരിയർ അവിടെ ഫോം ചെയ്യുവാണ് റിയൽ വേൾഡും അവനും തമ്മിൽ. സോ ഹിസ് പേഴ്സണാലിറ്റി മേ ബി ഡാമേജ്ഡ്. പേഴ്സണാലിറ്റി രൂപം തന്നെ മാറാം. തേർഡ് വൺ അറ്റാച്ച്മെന്റ്. നെക്സ്റ്റ് വൺ അറ്റാച്ച്മെന്റ്. കൂടുതലും മദറുമായിട്ടുള്ളത്. കെയർ ഗീവർ മിക്കവാറും കുട്ടികളുടെ കാര്യത്തില് മദർ ആയിരിക്കും അല്ലെ, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൂടുതലും അമ്മമാരായിരിക്കാം. സോ ആ ഒരു അറ്റാച്ച്മെന്റ് മദർ എന്നാണ് നമ്മളിവിടെ കൂടുതൽ പറയുന്നത്. നമുക്ക് ജനറലി പറയാം കെയർ ഗീവർ ആരാണോ അത്, ആ ഒരു അറ്റാച്ച്മെന്റ്. അപ്പൊ ഡിപ്പെൻഡൻസി കൂടുതലായി വരുന്നു. അതാണ് ചില കുട്ടികൾ ഡീവിയേറ്റഡ് ആവാൻ കാരണം. ചില കുട്ടികൾ സ്കൂളിൽ ചെന്ന് കുറെ നാള് കഴിഞ്ഞാലും അവർ കരച്ചിട്ട് തന്നെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് കുട്ടികളിൽ ഭയങ്കരമായിട്ട് വരുന്നത്. സോ അവരങ്ങ് ഇൻഡിപെൻഡന്റ് ആവുന്നില്ല, പല കാര്യങ്ങളും തന്നെ ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാം. അത് അവരുടെ പേഴ്സണാലിറ്റിയെ ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കുട്ടികൾ ഒരു അറ്റൻഷൻ സീക്കിങ്, അമ്മയുടെ ശ്രദ്ധ എപ്പോഴും വേണം അവർക്ക്, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഒരു വായിച്ചോളൂ ആരെങ്കിലും അറ്റാച്ച്മെന്റ്. Attachment. It does not refer to natural love and affection between the child and the parent, but refers to the situation where the parent, normally the mother, makes the child become dependent on them. These children are very docile because they cannot resist the strong influence of the adult. The mother will not allow to be independent and overshadow these children. The parents substitute their personality for the child's individual personality. The child calls for attention. Teachers should grant freedom for these kinds of children. Teachers should not serve the children. Give the children all the freedom they require. Initially, provide more practical life activities for these children. ആക്ച്വലി നമുക്ക് അമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സ് കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യുന്നവര് അവരുടെ അടുത്തുനിന്ന് ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണ് കുട്ടിയുടെ ശരിയായ ഡെവലപ്മെന്റ് ആവശ്യം. സം ടൈംസ് ഇത് ഒരു ഡിഫറെന്റ് ആയിട്ട് വരും. ലൈക്ക് ഒരു സിറ്റുവേഷൻ വരാം, കുട്ടിയെ കൂടുതൽ അവരോട് ഡിപ്പെൻഡന്റ് ആക്കുക. ഞാൻ അമ്മക്ക് ഒരു അമ്മമാരിൽ ചിലരിൽ കാണാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും കുട്ടി എത്ര ഏജ് ആയാലും. ഓക്കെ, ഒരു ഭയങ്കരമായിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഡോസൈൽ, അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ അമ്മയെ. അറ്റൻഷൻ സീക്കിങ് എല്ലാം അമ്മ തന്നെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. അവർക്ക് എപ്പോഴും ഇങ്ങനെ അമ്മയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കെയർ ഗീവർ ആരാണോ ആ ഒരു അഡൾട്ടിന്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും വരും. ആ കെയർ ഗീവർ അമ്മ എന്ന് തന്നെ പറയണില്ല, കെയർ ഗീവർ ഈ കുട്ടി ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാനോ അങ്ങനെയുള്ള രീതിയിലുള്ള, നമുക്കറിയാലോ ഒരു കുട്ടി ഓരോരോ ഏജ് വരുമ്പോ ചില അമ്മമാര് ചെയ്യാറില്ലേ തന്നെ കുട്ടിയെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നേ. അവിടെ പെർഫെക്ഷൻ ഒന്നും അവർ നോക്കില്ല. ഈവൻ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകി വെക്കുന്നു, മേ ബി കഴുകി വെക്കുമ്പോൾ സോപ്പിരിക്കുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ശരിയായ രീതിയിൽ കുറെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവാം അങ്ങനെ. അപ്പൊ അങ്ങനെ അത് പിന്നെ പതുക്കെ അവരെ കാണിച്ചു കൊടുത്ത് ഗൈഡ് ചെയ്ത് അതാ ശരിയാക്കുന്നത്. പക്ഷെ നീ കഴിയാ ശരിയാവില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ആ രീതിയിൽ കുട്ടിയെ ഒട്ടും ഇൻഡിപെൻഡന്റ് ആക്കാത്ത രീതിയിലുള്ള ചില രീതിയിലുള്ള അവരുടെ ഒരു സ്റ്റെപ്സ് ഒക്കെ കാണാം. ഭയങ്കരമായിട്ട് ഇവരെ ഓവർ ഷാഡോ ചെയ്യും. എപ്പോഴും ഇവരുടെ നിഴലിൽ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് ഇവരുമായിട്ട് സ്ട്രിക്ട് ചെയ്തിരിക്കും. കുട്ടിക്ക് ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പാരന്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗീവർ അവരുടെ പേഴ്സണാലിറ്റി ഇതിലങ്ങോട്ട് അടിച്ചേൽപ്പിക്കണ പോലെ ആ ഒരു രീതിയിൽ ആയി മാറും. കുട്ടി എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിങ് അതിന്റെ ആ ഒരു രീതിയിലായിരിക്കും കുട്ടി. ദീസ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രന് കുട്ടികളെ ഫെസിലിറ്റേറ്റർ മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ദേ വിൽ ഗ്രാൻഡ് ഫ്രീഡം. കാരണം വീട്ടിൽ അവർക്ക് ഫ്രീഡം ഇല്ല, എല്ലാം കെയർ ഗീവറാ ചെയ്തു കൊടുക്കുന്നത്. ഇൻഡിപെൻഡന്റ് അല്ല അവരെപ്പോഴും ഡിപ്പെൻഡന്റ് ആയിട്ടാ. കുട്ടിക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒന്നും ചെയ്യില്ല. ഇപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരത്ത്
വായിൽ വെച്ച് കൊടുക്കും, അങ്ങനെയുള്ളതൊന്നുമില്ല. ദ ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചിൽഡ്രൻ. ആ ഫെസിലിറ്റേറ്റർ സെർവ് ചെയ്യുന്നില്ല. എല്ലാ ഫ്രീഡവും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കും. ഇനീഷ്യലി മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഫോർ ദീസ് ചിൽഡ്രൻ. അതായത് വെള്ളം കുടിക്കാൻ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കാനോ അല്ലെങ്കിൽ തന്നെ വേറെ കൂട്ടി കുടിക്കാനോ, ഭക്ഷണം കഴിക്കാൻ നേരത്ത് ടവലൊക്കെ കറക്റ്റ് വിരിച്ച് അതിന്റെ മുകളിൽ ചെയ്യാനൊക്കെ ആ ഇനീഷ്യലി ഉള്ള ചില ആക്ടിവിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്കൂളിൽ അവർക്ക് എല്ലാ ഫ്രീഡവും കിട്ടും. വീട്ടിൽ ഈ രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ പോകുന്ന പാരന്റ്സിന് ചെറിയ രീതിയിലുള്ള ഒരു അവയർനെസ് ഫെസിലിറ്റേറ്റർ കൊടുക്കും. നമ്മൾക്കെല്ലാം കുറച്ചെങ്കിലും ഒക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പലപ്പോഴും. നെക്സ്റ്റ് പൊസസീവ്നെസ്. ആ വേർഡിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഭയങ്കര പൊസസീവ് ആയിരിക്കും. കുട്ടിയുടെ ഡിമാൻഡിങ്, അത് വേണം ഇത് വേണം എല്ലാം വേണം. ഇപ്പൊ ചിലപ്പോ കിട്ടുന്ന വരെയുള്ള വാശിയായിരിക്കാം, അത് കഴിയുമ്പോഴേക്കും അത് തീർന്നു, അത് വീടിന്റെ ഒരു മൂലയ്ക്ക് കിടക്കും, ഒരു ടോയ് ആണെങ്കിൽ കൂടി. അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചു. Possessiveness. A strong child is very demanding. The child demands all the objects, toys, but when he gets them, he discards them. This is one of the lack of stimuli or love. When the child becomes an adult, he is probably materialistic. The teacher must be loving and caring. She must provide warmth and radiate her love to all the children. The teacher must direct the child's energy towards the materials in the classroom. When the child starts working with the materials, his concentration enhances and gradually this builds the child's self-confidence, and in time, this deviation will disappear. The child imitates the adult. If the adult is a very authoritative person in the child's life, the child wants to be powerful too. The child will evolve a strong personality and would most probably be copying the personality of the adult and might be stubborn, aggressive, unreasonable, and possibly rude. The weak child would make the adult feel guilty and manipulates the adult with their sulking, sighing, and words of "I am only little, don't make me do it." ഡിമാൻഡിങ് ആയിരിക്കും കുട്ടികൾ അല്ലെ, അത് വേണം ഇത് വേണം, അങ്ങനെ ഭയങ്കര വാശിയായിരിക്കും. എല്ലാം എനിക്ക് കിട്ടണം ആ ഒരു രീതിയില്. അങ്ങനെയുള്ള കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഡീവിയേഷൻ നമ്മൾ മാറ്റിയില്ലെങ്കിൽ അവർ വലുതായി കഴിയുമ്പോൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും എന്നാ പറയുന്നത്. അതായത് അപ്പോഴത്തേക്കും അവരുടെ ഡിമാൻഡ്സ് വേറെ ലെവലായിരിക്കും. ചിലപ്പോ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ഏത് മാർഗവും അവർ സ്വീകരിക്കും. അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണറെ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഏത് മാർഗവും സ്വീകരിച്ച് സ്വന്തമാക്കാനുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് എന്ത് ഉപദ്രവം ചെയ്ത് വേണമെങ്കിലും അവര് അത് സ്വന്തമാക്കും. ആ ഒരു രീതിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയി മാറും. അങ്ങനെയാവുമ്പോ സ്കൂളിലെ ഫെസിലിറ്റേറ്ററിന് ഭയങ്കര ലവിങ്ങും ആൻഡ് കെയറിങ് ആയിരിക്കണം. കുട്ടിക്ക് വേണ്ടുന്ന എല്ലാം ആ ഒരു ലവ്, വാംത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, അഫെക്ഷൻ. ക്ലാസ് റൂമിലുള്ള മെറ്റീരിയൽസിലേക്ക് കുട്ടിയുടെ എനർജി ഫോക്കസ് ചെയ്യിക്കും. അത് ആക്ടിവിറ്റി ചെയ്യാനും കുട്ടി അതിൽ കോൺസെൻട്രേഷനോട് കൂടി അതിൽ ഫോക്കസ് ചെയ്യാൻ. അപ്പൊ കുട്ടി അതിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, എൻഹാൻസസ്, ആൻഡ് ഗ്രാജുവലി ദിസ് ബിൽഡ്സ് ദ ചൈൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഇൻ ടൈം ദിസ് ഡീവിയേഷൻ വിൽ ഡിസപ്പിയർ. അങ്ങനെയാകുമ്പോൾ ഈ ഡീവിയേഷൻ കുട്ടിക്ക് മാറിപ്പോകും. കാരണം അതിന്റെ കോൺസെൻട്രേഷൻ ലെവലും ഫോക്കസും വേറൊന്നിലേക്കായിട്ട് മാറുക. കുട്ടി എപ്പോഴും അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോ അഡൾട്ട് മേ ബി പാരന്റ്സ് ആരാണോ കുട്ടി കൂടുതലും ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആ പേഴ്സൺ, അവരൊരു അതോറിറ്റേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ, മീൻസ് ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, കുട്ടിയെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരാളാണെങ്കിൽ, കുട്ടിയുടെ ലൈഫിൽ സ്വാധീനിക്കുന്ന ആളാണെങ്കിൽ അയാളെ പോലെ തന്നെ ആകാനായിട്ട് കുട്ടി എപ്പോഴും ആഗ്രഹിക്കും. ചൈൽഡ് ലിവ്, ചില സൈക്കോ മൂവീസ് ഒക്കെ കാണില്ലേ, നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സൈക്കോ കില്ലർ ഉണ്ടാവും. ഇപ്പൊ ചെറിയൊരു ടീനേജ് അല്ലെങ്കിൽ ചെറിയൊരു കുട്ടി ആ കില്ലറെ ഫോളോ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ആരാധിക്കുവാണെങ്കിൽ അയാളെ പോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് നോക്കും. ചില ഫാദർ സൺ അങ്ങനെ ചെയ്യുന്ന ചില മൂവീസ് ഒക്കെ ഉണ്ട്. ഫാദർ ഇങ്ങനെ ഒരു സീരിയൽ കില്ലർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് മകനും ചിലപ്പോ അതേ തന്നെ പിന്തുടർന്ന് പോകുന്നത്, അയാളെ ഫോളോ ചെയ്യുന്ന രീതിയിൽ.
അപ്പൊ ആ അഡൾട്ടിന്റെ പേഴ്സണാലിറ്റി കോപ്പി ചെയ്യാനായിട്ട് നോക്കും. അഡൾട്ട് ഒരു സ്റ്റബേൺ, അഗ്രസീവ് ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ, റൂഡ് ആണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകും. പിന്നെ അത് ചില കുട്ടികൾ ചെയ്യും. ഈ വീക്ക് ചിൽഡ്രൻ ആണെങ്കിലും അവരെപ്പോഴും അപ്പൊ ഈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ അവരെപ്പോഴും ഒരു പാരന്റ് പുള്ളിങ് ഉണ്ടാവും. അവര് പറയുന്ന പോലെ കുട്ടി കേൾക്കണം, അവര് വരയ്ക്കുന്ന വരയിലൂടെ തന്നെ കുട്ടി പോകണം, ആ ഒരു രീതിയിൽ വരും. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ ഡീവിയേറ്റഡ് ചൈൽഡില് നോട്ടി ബ്രൈറ്റ് ഒക്കെ ആണെങ്കിൽ കുറെ അവരുടെ രീതികളൊക്കെ പോലെ ശരിയാവും. പക്ഷെ വീക്ക് ആയിട്ടുള്ള കുട്ടികൾ അവരെപ്പോഴും ലേസി അല്ലേ, അപ്പൊ അവർക്ക് ഒരിക്കലും ഈ അഡൾട്ടിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല, ഈ അഗ്രസീവ് പവർഫുൾ ആയിട്ടുള്ള അഡൾട്ടിനെ. അപ്പൊ അവരെപ്പോഴും ഈ അഡൾട്ടിനെ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അവര് എപ്പോഴും അഡൾട്ട്സിന്, അപ്പൊ ഈ പാരന്റ്സിന് എപ്പോഴും ഒരു ഇറിറ്റേഷൻ. പിന്നെ ഇങ്ങനെ ആ പാരന്റ്സ് പറയുന്ന ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. വീക്ക് ചിൽഡ്രൻ ആണെങ്കിൽ അപ്പൊ പാരന്റ്സിന് ദേഷ്യം, ഇറിറ്റേഷൻ, കുട്ടികളും ഭയങ്കരമായിട്ട് അങ്ങനെ ഉൾവലിഞ്ഞു പോകും. അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ അവർ വരും. എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ കുഞ്ഞുങ്ങളാവും. ഈ ചില കുട്ടികളെ പാരന്റ്സ് ഭയങ്കരമായിട്ട് പണിഷ് ചെയ്ത് പഠിപ്പിക്കാനും ഇങ്ങനെ ചെയ്യാറില്ല. അവരവരുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പഠിക്കുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് കിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞ നിർബന്ധം പറയുന്ന ചില പാരന്റ്സ് ഉണ്ടല്ലോ. ഫ്രണ്ടിന് ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും, ഇവന് സെക്കൻഡ് റാങ്ക് ആയിരിക്കും. അവന്റെ പൊട്ടൻഷ്യൽ അവൻ പഠിച്ചു, പക്ഷെ അടുത്ത പ്രാവശ്യം നിനക്ക് നല്ല മാർക്കും ഉണ്ടാവുമായിരിക്കും. 100-ൽ ചിലപ്പോൾ 95 ഉണ്ടായിരിക്കും. 5 മാർക്സ് എന്തിനു കളഞ്ഞു, അല്ലെങ്കിൽ 5 മാർക്സ് എന്തിനു പോയി, ആ രീതിയിലായിരിക്കും പാരന്റ്സ് ചിലപ്പോൾ സംസാരിക്കുന്നത്. സോ കുട്ടികൾ ഭയങ്കരമായിട്ട് ഉൾവലിയും. ചിലര് അപ്പോ ഫ്രണ്ട് ആയിരിക്കും ഫസ്റ്റ് റാങ്ക്. ഈ വീക്ക് അല്ലാത്ത കുട്ടികള് പിന്നെ ഫ്രണ്ടിനോട് ഗ്രഡ്ജാവും. അങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗ്രഡ്ജായി ഫ്രണ്ടിനെ ഉപദ്രവിക്കുന്ന രീതിയിലും ആ രീതിയിലൊക്കെ കുട്ടികൾ മാറിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിലെ ഇതൊക്കെ മാറ്റിയെടുക്കുവാണെങ്കിൽ ലൈക്ക് അവിടെ ഇഷ്യൂ ഉണ്ടാവില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 40 പേരായിരുന്നു ക്ലാസ്സിൽ. 40 പേരിൽ ഞങ്ങൾ 13 ഗേൾസേ ഉണ്ടായിരുന്നു. നമുക്ക് പരീക്ഷയൊക്കെ വരുമ്പോൾ മാർക്ക്, ഞങ്ങൾക്ക് അതൊരു പ്രശ്നമില്ലായിരുന്നു ഈ 13 പേർക്കും. പക്ഷെ ബോയ്സിന് അവർക്ക് മാർക്ക് കുറഞ്ഞു. ആ പ്രശ്നം മാർക്ക് ആർക്കെങ്കിലും 18 വയസ്സായതും കൂടെ ആലോചിക്കണേ, മാർക്ക് ആർക്കെങ്കിലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അങ്ങനെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടിയില്ലല്ലോ, ആ ഒരു ടെൻഷൻ. നമ്മൾ പക്ഷെ അത് ബോധർ ചെയ്യാറില്ല. അത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ച് പഠിക്കാൻ. മിസ്സിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ പോയതാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു രണ്ടാം കണക്ഷൻ പോയതാണ്. അതുകൊണ്ടാന്ന് തോന്നുന്നു മാം പെട്ടെന്ന് കട്ടായി സ്റ്റക്കായി പോയിട്ട് ഇതായതല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ ശരണ്യ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നില്ലേ? ഇന്നലെ എനിക്ക് കയറാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ മാം? അത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തത്.
ഇതിൽ ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് ഏതെങ്കിലും സ്കൂളിൽ പോയി തിരക്കിയോ? ഇല്ല, കേറിയിട്ടില്ല. ശരണ്യ മാം പാർട്ട് 3 ഫസ്റ്റ് ലെസൺ റീഡ് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. മരിയ മോണ്ടസോറി എന്ന് പറഞ്ഞിട്ട് ലെസൺ. അതല്ല ഞാൻ ആണോ? ചോദിക്കുന്നത് ആരെങ്കിലും ഹലോ കേൾക്കുന്നില്ല? ഹലോ എന്റെ വോയിസ് ആർക്കെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ പറ്റുന്നു? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നിങ്ങൾ ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് സ്കൂളിൽ പോയി തിരക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓണം കഴിഞ്ഞ് പോവാന്ന് വെച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്? എനിക്ക് ഇപ്പോഴും ആ അതാണ് ഒരു എനിക്കും കാര്യത്തിൽ സംശയം. ഭയങ്കര ഡൗട്ടാ. അതെനിക്കും അറിയില്ല, സംശയമുള്ള നമ്മളെ കാര്യമാണ്. ടീച്ചർ ട്രെയിനിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടി വരും. അവര് സമ്മതിക്കുമെന്ന് അറിയില്ല. മിക്ക സ്കൂളും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ട്രൈ ചെയ്യണം. നമ്മൾ ചെന്ന് ചോദിക്കുക, ഇങ്ങനെ ടീച്ചർ ട്രെയിനിങ്ങിന് 2 month എടുക്കാനാണ്, ഇവിടെ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം. ചിലപ്പോ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? പൈസ കൊടുക്കേണ്ടി വരും, ചിലപ്പോ ഇങ്ങോട്ടൊന്നും കിട്ടില്ല. നമ്മള് ട്രെയിനിങ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യേണ്ടി വരും 2 months. അല്ല, ഞാൻ ചോദിക്കണം, ഞാനൊരു ഇപ്പൊ ട്രെയിനിങ് ആയിട്ട് നമ്മൾ പോവാണെങ്കിലും ഇപ്പൊ വലിയ വലിയ സ്കൂളിലൊന്നും എനിക്ക് തോന്നണില്ല അവര് ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്കല്ലേ അവര് ട്രെയിനിങ്ങിന് നമ്മളെ കിട്ടുന്ന്. എനിക്ക് ഭയങ്കര ഡൗട്ട്. ഞാൻ എന്റെ കാര്യമാണ് പറയണത്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. ഞാൻ ഫോണിൽ നിന്നാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. കേൾക്കാമോ? യെസ് മാം, കേൾക്കാം മാം. കേൾക്കാമോ? Yes, ma'am. സോറി കേട്ടോ, വൈഫൈ കട്ടായി പോയി, കണക്റ്റ് ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുമല്ലോ, അത് ചോദിച്ചോ? മാം അതിനെപ്പറ്റിയാണ് ഒന്ന് ടീച്ചിങ് സംസാരിച്ചത്. മാം, അവര് പറഞ്ഞത് നമ്മൾ ആദ്യം സ്കൂളുകളിൽ അന്വേഷിക്കുക. അവര് നമ്മൾ ഏത് സ്കൂളാന്നുള്ളത് നമ്മൾ അവരോട് പറയുവാണെങ്കിൽ അവർ ആ ലെറ്റർ പാഡിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ലെറ്റർ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാം, ലെറ്റർ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ലെറ്റർ എന്നോട് ചോദിച്ചു. ഞാനപ്പം ഇവിടെ വന്നിട്ട് ശരണ്യ എന്ന് പറയുന്ന ഒരു മാമിനോട് ലെറ്റർ ചോദിച്ചപ്പം അവർ PDF ആയിട്ട് ലെറ്റർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് കയറാന്നായിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അവിടുന്ന് ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട് അവര്. CBSE സ്കൂൾ തന്നെ പറ്റുമോന്ന് നോക്കുക, അല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഏത് സ്കൂളായാലും പ്രശ്നമില്ല. പേയ്മെന്റ് ചോദിക്കുവോ സ്കൂളുകാരെ? എനിക്ക് അങ്ങനെ തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇല്ല മാം, ചിലപ്പോ ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു പറഞ്ഞു, ചിലപ്പോ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും 2 മാസം അവരുടെ സ്കൂളിൽ ട്രെയിനിങ് ചേരാനായിട്ട്. ചിലപ്പോ അവർ സമ്മതിക്കും, ചിലപ്പോ റിലാക്സ്. അവർക്ക് ശരിക്കും അവരുടെ പകുതി പണി നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷെ ചിലപ്പോ ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കണ്ട, ചിലപ്പോ അങ്ങോട്ടായിരിക്കും കൊടുക്കേണ്ടി വരാന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇതിലാണ് ഞാൻ. അങ്ങനെയാണ്, ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ കുഴപ്പമില്ല. ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കേറിയാ മതി. അപ്പം നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഈ ഒരു ബ്രേക്ക് വന്നപ്പോഴേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അതാണ്. ഫോണിൽ നിന്ന് ലാപ്ടോപ്പിൽ കണക്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുവരെ ഒന്ന് വായിക്കുക, പിന്നെ ജസ്റ്റ് റിലേറ്റ് ചെയ്യുക നമ്മൾ കണ്ടിട്ടുള്ള പല എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട്. ഓക്കെ, പറഞ്ഞപ്പോൾ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പ്ലീസ്. മാം, അതല്ല, എന്റെ ചെറിയ മോളുടെ കാര്യമാണ്. 4.5 വയസ്സായി. ഇപ്പൊ LKG പോയി തുടങ്ങി. ആള് ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, ടീച്ചർക്കൊക്കെ ഭയങ്കര കാര്യം. പക്ഷെ നമ്മള് സ്കൂളിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ആളുടെ മൊത്ത സ്വഭാവം മാറും. പിന്നെ ഭയങ്കര കരച്ചില, ഒന്നും ചെയ്യില്ല. ഇപ്പൊ 3-4 പ്രാവശ്യം ഞങ്ങൾക്ക്. അപ്പൊ മിസ് ഇപ്പൊ നന്നായിട്ട് അവള് ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവ് ആയ കാരണം പാട്ടിനും ഡാൻസിനൊക്കെ ചേർക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ പോയാലാണ് ഇവൾക്ക് ഇത്രയും പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോ ഞാൻ പോയില്ല. ഇവളെ പാട്ട് പാടാനൊക്കെ മിസ് വിളിച്ചു. ഇവൾക്ക് ഭയങ്കര ഭയങ്കര കരച്ചിലാണ്. അത് മാത്രമേ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഭയങ്കര പ്രശ്നമാണ് ആള്. സ്കൂളിൽ നമ്മൾ ആരും വീട്ടില് പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യുമോ?
ആ വീട്ടിലും ചെയ്യും. ചേച്ചിയുടെ കൂടെ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പൊ വീട്ടിലാണെങ്കി ഇപ്പൊ നമ്മളെയൊന്നും ഒരു മൈൻഡും ഇല്ല. അമ്മയൊന്നും ഇല്ലെങ്കിലും വിഷയമില്ല. പക്ഷെ സ്കൂളില് ക്ലാസ്സിലാണെങ്കിലും എല്ലാം ഭയങ്കര ആക്റ്റീവാ. മിസ് എപ്പോഴും പറയും നല്ല ഇതാണ്. പക്ഷെ പ്രോഗ്രാമിന് ചിലപ്പോ നമുക്ക് പോവേണ്ടി വന്നു കഴിഞ്ഞാല് ആളുടെ സ്വഭാവം മാറും. ഭയങ്കര കരച്ചിലാ. ഒന്നും ആ ആളെ അല്ല ആ സമയത്ത്. പിന്നെ അവളൊന്നും ചെയ്യില്ല. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? നമ്മളെ കാണുമ്പോഴാണോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്? ആ കരച്ചിലാണ്. പിന്നെ ആൾക്ക് ഭയങ്കര സങ്കടാ. കരച്ചിലോട് കരച്ചില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് പാരന്റ്സ് ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയില്ല. മിസ് പറഞ്ഞു അമ്മ വരണ്ട, അമ്മയെ കണ്ടാ ഭയങ്കര കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും അമ്മയും കൂടിയാണ് പോയത്. അപ്പോഴും പാട്ട് പാടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 4 ലൈൻ എങ്ങാണ്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സങ്കടം വന്നിട്ട് വിതുമ്പി വിതുമ്പി കരഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. ഭയങ്കര കരച്ചില. മേത്തുനിന്ന് ഇറങ്ങുകയില്ല ഒന്നും. അപ്പൊ വെച്ചു അപ്പൊ എന്റെ മാത്രം വിഷയല്ല. എന്നെ കണ്ടാലല്ല, വീട്ടിലാരെ കണ്ടാലും അവൾ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ അതൊക്കെ ചോദിക്കായിരുന്നില്ലേ മോളുടെ അടുത്ത്? ഒറ്റയ്ക്കാവുന്ന സമയത്ത് മോളും അമ്മയും മാത്രമുള്ള സമയത്ത് ചോദിച്ചു നോക്കായിരുന്നില്ലേ എന്താ പറയണേന്ന്? അത് ചോദിച്ച് ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാ പാറു ഇങ്ങനെ കരയണേന്ന് ചോദിക്കുമ്പോ അവളൊന്നും പറയില്ല. എന്നാ നമ്മളങ്ങനെ അങ്ങനെ ചീത്ത പറയില്ല, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എല്ലാരും ചെറിയ ആളല്ലേ. അന്ന് അത്ര പാമ്പറിങ്ങും അല്ല, ആവശ്യത്തിന് നമ്മൾ വഴക്കുറയും എല്ലാം ഒക്കെയാണ്. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ അവള് ചെയ്തോളും. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ നമുക്ക് ആർക്കും പോവാൻ പറ്റില്ല. അവളുടെ ചേച്ചി ആ സ്കൂളിൽ തന്നെ പഠിക്കണേ. പക്ഷെ അവളെ കണ്ടാലും പ്രശ്നം, ഞങ്ങളെ കണ്ടാലും പ്രശ്നം. കരച്ചിലോട് കരച്ചില്ല. കംഫർട്ട് ആവട്ടെ ആള്. ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു. മാം മേ ബി ആഫ്റ്റർ 1 year ഓക്കെ ആകും. അത് ഫസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. സെറ്റിൽ ആവണം കുട്ടി ഒന്ന് അത് സ്കൂളായിട്ട്. പക്ഷെ അതെന്താന്നറിയാമോ, ഇതിനു മുമ്പ് ഞങ്ങള് pre-KG ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ 1 വർഷം വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവൾ LKG വിട്ടത്. അവിടെ ചെന്നപ്പോഴും ഇത് തന്നെയായിരുന്നു, കരച്ചിൽ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ അവള് പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്നൊക്കെ മാറിയതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണിക്കണെന്ന്. പക്ഷെ പ്രീ കെ ഇതിപ്പോ ജി ഇവിടെ എവിടെ വിട്ടത്? ചൂരക്കാടാണോ? ഇവിടെ ചൂരക്കാട്. മോൾ അവിടെയാ പോയിരുന്നേ. ഞങ്ങള് കുറച്ചാൾ അവിടെ താമസിച്ചിരുന്നു. അവിടെ ഷമ്മി ടീച്ചറൊക്കെ ആയിരുന്നു. നല്ല നല്ല ഇതായിരുന്നു അവിടെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ കഥയൊക്കെ നന്നായിട്ട് പറയും. കഥയൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ചെല്ലണം. അപ്പൊ നമ്മളെ കണ്ട പിന്നെ കഥയും പറയില്ല, പാട്ടും പറയില്ല, ഒന്നും ചെയ്യില്ല. ഈ കരച്ചിലാണ്. ചില പോവുകയില്ല കുട്ടികൾ അടുത്തുനിന്ന്. ചില കുട്ടികളെ പാരന്റ്സിനെ കാണുമ്പോഴേക്കും അവർ ഭയങ്കര എനർജറ്റിക് ആവും. ഭയങ്കര സന്തോഷം കൂടിയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. പിന്നെ നേരെ ഇത് പക്ഷെ നേരെ തിരിച്ചാ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചർ പറയണ ഇന്നിപ്പോ മിസ് വന്നിട്ട് ലാസ്റ്റ് ഹസ്ബൻഡിന് നിങ്ങൾ ആരും സ്കൂളിൽ വരണ്ടെന്നും പറഞ്ഞിട്ട് വിട്ടത്. ആരില്ലെങ്കി ഒരു കുഴപ്പമില്ല, ഭയങ്കര ആക്റ്റീവാ. കണ്ടാലാണ് പ്രശ്നം. കുറച്ച് ഡിപ്പെൻഡൻസി ഉണ്ടോ? അങ്ങനെ ഇഷ്യമില്ല. ആൾക്ക് രാത്രി മാത്രം എന്റെ അടുത്തുനിന്ന് മാറി കിടക്കില്ല. രാത്രി ഇങ്ങനെ ഇങ്ങനെ എന്റെ ഒരു ഡ്രസ്സിന്റെ ഒരു അറ്റ ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ്സിലിരിക്കല്ലേ, ക്ലാസ്സിലൊന്നും വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല. അവളുടെ പാട് നോക്കി പോവും. പക്ഷെ പുറത്തിറങ്ങുമ്പോഴാണ് പ്രശ്നം. പുറത്തിറങ്ങുമ്പോ സ്കൂളിലാണ് പ്രശ്നം. ടീച്ചറായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. മാം ക്ലാസ്സിൽ ഇതിപ്പം കുട്ടിയെ അമ്മേനെ കാണുമ്പോ കഴിച്ചു. ഞാൻ സ്കൂളിൽ ചെന്ന എന്നെ ഒരു മൈൻഡ് ഇല്ല. ഇത് ആരാന്ന് പറഞ്ഞ് നോക്കി നിൽക്കും. അങ്ങനെയാണ് എന്റെ മോള്. അത് കുറച്ച് കഴിയുമ്പോ പിള്ളേരങ്ങ് മാറും. അറിയാൻ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ 1 വർഷം, ഇപ്പൊ 1.5 വർഷം ആയല്ലോ, ഇത് മാറുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണത്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് എൻവയോൺമെന്റുമായിട്ടൊന്ന് അഡാപ്റ്റഡ് ആവട്ടെ. നോക്കായിരിക്കല്ലേ, ശരിയാവുമായിരിക്കല്ലേ. ഓക്കെ, ശരി. എന്നാ കുറെ പേരൊക്കെ ലീവായെന്ന് തോന്നുന്നു. ഓക്കെ മാം, ഓക്കെ. Thank you, ma'am. Good ഓക്കെ night. മാം, താങ്ക് യു മാം. ഗുഡ് താങ്ക് യു നൈറ്റ് മാം. മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ലെറ്റർ ഓഫീസിൽ നിങ്ങൾ വിളിക്കുന്ന എന്താ ശരണ്യ എന്നൊരു പേര് പറഞ്ഞില്ലേ? ആ കുട്ടിയോട് ചോദിച്ചാൽ മതിയായിരിക്കും.